ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം. നവംബർ 1-ാം തീയതി തിരുമനസ്സിന് ഉള്ളലിവുണ്ടായി സാധാരണ പ്രജകൾക്ക് അപ്പക്കഷ്ണം വലിച്ചെറിയാൻ പോവുകയാണ്. 4.25 വർഷവും ചെയ്യാത്ത പെൻഷൻ്റെ വർധനവ് അടക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രലോഭനം എന്നുള്ള നിലയിലേക്ക് പണ്ട് മഹാരാജാക്കന്മാർ ചെയ്യുന്നത് പോലെയാണ്. അവർ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അപ്പക്കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുക്കും. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഒരു അപമാനം അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. 67-ലെ മന്ത്രിസഭയുടെ പതനത്തിലേക്ക് നയിച്ച TB തോമസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്റ്റീൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അതിനേക്കാൾ ഒരു പാർട്ടിയെ നിസ്സാരവൽക്കരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് CPI പറയുന്നത് അല്ലെങ്കിൽ LDFൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ CPIയുടെ സ്ഥാനം എന്താണ് അവർ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് CPI മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം. നവംബർ 1-ാം തീയതി തിരുമനസ്സിന് ഉള്ളലിവുണ്ടായി സാധാരണ പ്രജകൾക്ക് അപ്പക്കഷ്ണം വലിച്ചെറിയാൻ പോവുകയാണ്. 4.25 വർഷവും ചെയ്യാത്ത പെൻഷൻ്റെ വർധനവ് അടക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രലോഭനം എന്നുള്ള നിലയിലേക്ക് പണ്ട് മഹാരാജാക്കന്മാർ ചെയ്യുന്നത് പോലെയാണ്. അവർ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അപ്പക്കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുക്കും. അതിന് സമാനമായി കുറേ പ്രഖ്യാപനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷായെ മുഖ്യമന്ത്രി കണ്ടത്. മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്ന് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒപ്പിട്ട് അടിയന്തരമായി കേന്ദ്രം പണം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി, 200 കോടി രൂപ ഇവരെ സർവ്വശിക്ഷാ അഭിയാൻ്റെ കാര്യവും പറയുന്നുണ്ട്. സർവ്വശിക്ഷാ അഭിയാനും കേരളത്തിന് അതുപതി നൽകേണ്ട പണത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കോടതിയിൽ പോയാലും കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടി വരും. അവർക്ക് പിടിച്ചിരിക്കാനൊക്കത്തില്ല. PMCയുടെ 200 കോടി ശരിയാണ്, അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങിയാലേ പറ്റത്തുള്ളൂ. സർവ്വശിക്ഷാ അഭിയാനെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ട പണം കിട്ടേണ്ട രീതിയിൽ കേരളം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നതായിരിക്കും. അന്നേരം ഈ 200 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തെ ആകെ വിറ്റ ഈ ഗവൺമെൻറ് ഇനി രാജിവെക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ CPI എന്ത് ചെയ്യണം എന്നവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അല്ല, വാദത്തിന് വേണ്ടി 2000 കോടി എന്നങ്ങ് സമ്മതിച്ചോ? എന്നാൽ സംഘീവൽക്കരണം ആകാമെന്നാണോ? ഇവരെന്നല്ലേ പറഞ്ഞത് കാവ്യവൽക്കരണം സംഘീവൽക്കരണം അതാകാമെന്നാണോ പറയുന്നത്? പിന്നെ എന്താണ് ഈ പദ്ധതി എന്നാദ്യം അവർ പറയട്ടെ. ഒരു ബ്ലോക്കിൽ ഒരു സ്കൂൾ, അതിപ്പോൾ 2 സ്കൂളാക്കി. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്കാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുന്നത്. 300-ൽ താഴെ ബ്ലോക്കുകളാണ് കേരളത്തിലുള്ളത്. 300-ൽ താഴെ ബ്ലോക്കുകളിൽ അത്രയും പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ബ്ലോക്കുകളേ ഉള്ളൂ. ആ ബ്ലോക്കുകളിൽ 1 കോടി രൂപ വെച്ച് 2023 മുതൽ 27 വരെയുള്ള ഈ പദ്ധതി, ഇന്നിപ്പോൾ 2025 അവസാനിക്കുകയാണ്. ഇവിടെ 1 കോടി രൂപ വെച്ചാണ് ഒരു സ്കൂളിന് കൊടുക്കുന്നത്. ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ. കേരളത്തിൽ 15,000 സ്കൂളുകളുണ്ട്. ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ. അതിൽ 60 ലക്ഷമേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. 40 ലക്ഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് ഈ പദ്ധതി. അതിൽ 2 വർഷം കഴിഞ്ഞു, ഇനിയും 2 വർഷത്തെ കാര്യമാണ്. അന്നേരം ഈ തുച്ഛമായ തുക കണ്ടെത്താൻ എന്താ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കത്തില്ലേ? 2 ലക്ഷം കോടിയുടെ ആനുവൽ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്തിന് ഈ 200 കോടി രൂപ വേണ്ട എന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? അതോ ഇതെല്ലാം നടന്നോട്ടെ എന്നാണ്? PM-ൻ്റെ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുന്നതാണ് വലിയൊരു ആക്ഷേപമായി ഒരു സമയത്ത് ഉന്നയിച്ചത്. മനസ്സിൽ പടം വരച്ചിട്ടവർക്ക് ഇനിയിപ്പോൾ അത് പ്രദർശിപ്പിക്കുന്നതിന് ഒരു ജാള്യതയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്.